വിഷ്ണു വിനോദിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ കേരളത്തിന് പോണ്ടിച്ചേരിക്കെതിരെ 8 വിക്കറ്റിന്റെ അത്യുജ്വല വിജയം. പോണ്ടിച്ചേരി നേടിയ 247 റൺസ് അനായാസം ചേസ് ചെയ്ത കേരളം വെറും 29 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് ലക്ഷ്യത്തിലെത്തിയത്. 84 പന്തിൽ 13 ഫോറും 14 സിക്സും ഉൾപ്പെടെ 162 റൺസ് നേടിയ വിഷ്ണു വിനോദാണ് കളിയിലെ താരം. നിർണായക മത്സരത്തിൽ ടോസ് വിജയിച്ച കേരളം എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. 18 ഓവറിൽ 115-ന് 1 എന്ന ശക്തമായ നിലയിലായിരുന്നു ഒരവസരത്തിൽ പുതുച്ചേരി. എന്നാൽ മികച്ച രീതിയിൽ തിരിച്ചടിച്ച കേരള ബൗളേഴ്സ് വിക്കറ്റുകൾ ഓരോന്നായി വീഴ്ത്തിയതോടെ പുതുച്ചേരിയുടെ റണ്ണൊഴുക്കിൻ്റെ വേഗത കുറഞ്ഞു. 42 ഓവറിൽ 230-ന് 5 എന്ന നിലയിലായിരുന്ന പുതുച്ചേരിക്ക് പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായത് തിരിച്ചടിയായി. ഒടുവിൽ 48-ാം ഓവറിൽ 247 റൺസിന് ടീം ഓൾ ഔട്ടായി. 8 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റ് നേടിയ നിതീഷ് ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ രക്ഷകനായി മാറി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് 4-ാം ഓവറിൽ തന്നെ 11 റൺസെടുത്ത സഞ്ജു സാംസന്റെ വിക്കറ്റ് നഷ്ടമായി. അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ റോഹൻ 8 റൺസ് മാത്രമെടുത്ത് മടങ്ങിയതോടെ കേരളം ബാക്ക് ഫുട്ടിലായി. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന വിഷ്ണു വിനോദ്, ബാബ അപരാജിത് സഖ്യം കരുതലോടെ തുടങ്ങിയ ശേഷം ഗിയർ ചേഞ്ച് ചെയ്ത് മത്സരം കേരളത്തിന് അനുകൂലമാക്കി മാറ്റി. നേരിട്ട് ആദ്യ 25 പന്തിൽ 25 റൺസ് മാത്രമെടുത്ത വിഷ്ണു തുടർന്ന് വെടിക്കെട്ട് നടത്തുകയായിരുന്നു. വെറും 63 പന്തിൽ നിന്നാണ് വിഷ്ണു വിനോദ് സെഞ്ചുറിയിലെത്തിയത്. തുടർന്നും തകർത്തടിച്ച വിഷ്ണു 81 പന്തിൽ നിന്നും 150-ലും എത്തി. ഒടുവിൽ 29-ാം ഓവർ അവസാന പന്തിൽ സിക്സറിലൂടെ കേരളം വിജയത്തിലെത്തി. 162 റൺസ് നേടിയ വിഷ്ണുവിനൊപ്പം 63 റൺസ് നേടിയ ബാബ അപരാജിത്തും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കേരളം കരുത്തരായ തമിഴ്നാടിനെ വ്യാഴാഴ്ച നേരിടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.